തൈറോയ്ഡ് ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ സ്ത്രീകളുടെ പ്രജനന വ്യവസ്ഥയെ എത്തരത്തിൽ ബാധിക്കുന്നു എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. തൈറോയ്ഡ് ഹോർമോണുകളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ സ്ത്രീകളുടെ പ്രജനന വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നു. അത് ക്രമം തെറ്റിയുള്ള ആർത്തവസ്രാവം, അമിത രക്തസ്രാവം, ഗർഭം അലസിപ്പോകൽ, വന്ധ്യത എന്നിവയ്ക്ക് കാരണമാകുന്നു. സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥ ഹോർമോണുകളുടെ ചാക്രികമായ പ്രവർത്തനങ്ങളാൽ നിയന്ത്രിതമാണ്. തൈറോയ്ഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും തന്നെയാണ് സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിലുള്ള ഹോർമോണുകളുടെ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നത്. ഇത്തരത്തിൽ ഹോർമോൺ വ്യവസ്ഥയിലുള്ള പരസ്പര ബന്ധം കാരണം അവയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരസ്പരം സ്വാധീനം ചെലുത്തുന്നു. തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യതിയാനം കാരണം ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് ക്രമം തെറ്റിയുള്ള ആർത്തവവും അമിത രക്തസ്രാവവുമാണ്. കൂടാതെ ശരീരത്തിൽ കുറഞ്ഞ അളവിൽ തൈറോയ്ഡ് ഹോർമോൺ കാണുന്നത് അണ്ടോൽപാദനത്തിന്റെ തകരാറുകൾക്കും അതുവഴി വന്ധ്യതയിലേക്കും സ്ത്രീ ശരീരത്തെ നയിക്കുന്നു. തൈറോയ്ഡ് ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നതിനായി TSH അഥവാ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. ആരോഗ്യമുള്ളൊരു ശരീരത്തിൽ 0.5 to 5 മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ എന്ന അളവിലാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കാണുന്നത്. ഹൈപ്പോ തൈറോയിഡിസത്തിൽ ഇത് കൂടുതലായും ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഇത് കുറഞ്ഞ അളവിലും കാണപ്പെടുന്നു. സാധാരണയായി തൈറോയ്ഡ് വ്യതിയാനങ്ങളുടെ പ്രാരംഭഘട്ടങ്ങളിൽ തൈറോയ്ഡ് ഹോർമോണുകളായ T3, T4 എന്നിവ നോർമലായി തന്നെയാണ് കണ്ടുവരാറുള്ളത്. അതിനാൽ ഉചിതമായ സമയത്ത് തൈറോയ്ഡ് വ്യതിയാനങ്ങൾ കണ്ടെത്തി കൃത്യമായി ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്.